ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയം ദശകം 16 നാരായണാവതാരവും ദക്ഷയാഗവും വിവരിക്കുന്നു. ശ്ലോകം 1. നാരായണാവതാരത്തിൻ്റെ അടിസ്ഥാനം വിവരിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധം 1-ാം അധ്യായത്തിലെ 47-ാം ശ്ലോകം മുതൽ 7-ാം അധ്യായം അവസാനം വരെ പ്രതിപാദിച്ചിട്ടുള്ളതിൻ്റെ സാരാംശമാണ് ഈ ദശകം. ദക്ഷോ വിരിഞ്ച തനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാം ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. പദം പിരിച്ചു പറയാം. ദക്ഷഃ വിരിഞ്ച തനയഃ അധ മനോഃ തനൂജാം ലബ്ധ്വാ പ്രസൂതിം ഇഹ ഷോഡശ ച ആപ കന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരീശേ ത്വദ് അംശേ. അധ വിരിഞ്ചതനയഃ ദക്ഷഃ. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷപ്രജാപതി മനോഃ തനൂജാം പ്രസൂതിം ലബ്ധ്വാ ഇഹ ഷോഡശ കന്യാഃ ആപച. മനോഃ സ്വയംഭൂമനുവിൻ്റെ തനൂജാം പ്രസൂതിം ലബ്ധ്വാ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്ത് ഇഹ ഷോഡശ കന്യാക ആപച ഇവളിൽ 16 കന്യകകളെ ലഭിക്കുകയും ചെയ്തു. ധർമ്മേ ത്രയോദശ ധർമ്മദേവന് 13 കന്യകമാരെയും പിതൃഷു സ്വധാം പിതൃക്കൾക്ക് സ്വധയെയും ഹവിർഭുജിഹി സ്വാഹാം അഗ്നിക്ക് സ്വാഹയെയും ത്വദംശേ ഗിരീശേ സതീം ച ദദൗ അവിടുത്തെ മൂർത്തിഭേദമായ ശിവന് സതീദേവിയെയും വിവാഹം ചെയ്തു കൊടുത്തു. ബ്രഹ്മപുത്രനായ ദക്ഷൻ സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്ത് അവളിൽ 16 കന്യകമാരെ ജനിപ്പിച്ചു. അതിൽ മൈത്രി മുതലായ 13 പേരെ ധർമ്മദേവനും സ്വതയെ പിതൃക്കൾക്കും സ്വാഹയെ അഗ്നിക്കും സതിയെ നിൻ തിരുവടിയുടെ അംശമായ ശിവനും കൊടുത്തു. ദക്ഷോ വിരിഞ്ച തനയോധ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാം ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ശ്ലോകം 2. നാരായണാവതാരം വർണ്ണിക്കുന്നു. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷുർനുനുവുഃ സുരൗഘാ. പദം പിരിക്കാം. മൂർത്തിഹി ഹി ധർമ്മ ഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നര സഖം മഹിത അനുഭാവം യത് ജന്മനി പ്രമുദിതാഃ കൃത തൂര്യ ഘോഷാഃ പുഷ്പ ഉത്കരാൻ പ്രവവൃഷുഃ നുനുവുഃ സുര ഓഘാഃ. ധർമ്മഗൃഹിണീ മൂർത്തിഹി ഹി ധർമ്മദേവന്റെ പത്നിയായ മൂർത്തിയാണല്ലോ. മഹിതാനുഭാവം ഭവന്തം നരസകം നാരായണം സുഷുവേ. മഹിതാനുഭാവം ലോകപൂജിതമായ തേജസ്സോടുകൂടി
ഭവന്തം നരസകം നാരായണം. നിന്തിരുവടി തന്നെയായ നരനാരായണന്മാരെ സുഷുവേ പ്രസവിച്ചത്. യജ്ജന്മനി പ്രമുദിതാഹ സുരൗഖാഹ. യജ്ജന്മനി യാതൊരു നരനാരായണന്മാരുടെ അവതാരത്തിൽ, പ്രമുദിതാഹ സുരൗഖാഹ സന്തുഷ്ടന്മാരായ ദേവസംഘം, കൃത തൂര്യാഘോഷാഹ പുഷ്പോത്കരാൻ പ്രവവൃഷ്യഃ നുനുവുഹു ച. കൃത തൂര്യാഘോഷഃ വാദ്യാഘോഷം മുഴക്കി, പുഷ്പോത്കരാൻ പ്രവവൃഷുഹു നുനുവുഹു ച പുഷ്പവൃഷ്ടി നടത്തി സ്തുതിക്കുകയും ചെയ്തു. ദക്ഷൻ്റെ 13 പുത്രിമാരിൽ ഒരു പുത്രിയാണ് മൂർത്തി. അവരാണ് നരനാരായണന്മാർക്ക് ജന്മം നൽകിയത്. ധർമ്മദേവൻ്റെ ഭാര്യയായ മൂർത്തിദേവി നിൻ തിരുവടിയുടെ അവതാരഭേദങ്ങളായ മഹാനുഭാവന്മാരായ നരനാരായണന്മാരെ പ്രസവിച്ചു. അവരുടെ ജനന സമയത്ത് ദേവന്മാർ പെരുമ്പുറമുഴുക്കി പുഷ്പവർഷം ചെയ്ത് സന്തോഷത്താൽ നൃത്തം വെച്ചു. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷുർനുനുവുഃ സുരൗഖാ. ശ്ലോകം 3. നരനാരായണാവതാരത്തിൻ്റെ ഫലമായ ദുഷ്ടനിഗ്രഹം വർണ്ണിക്കുന്നു. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപഃ സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപഃ സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. പദം പിരിക്കാം. ദൈത്യം സഹസ്ര കവചം കവചൈഃ പരീതം സാഹസ്ര വത്സര തപഃ സമര അഭിലവ്യൈഃ പര്യായ നിർമ്മിത തപഃ സമരൗ ഭവന്തൗ ശിഷ്ട ഏക കങ്കടം അമു ന്യഹതാം സലീലം. ഭവന്തൗ സാഹസ്രവത്സര തപഃ സമരാഭിലവ്യൈഃ. ഭവന്തൗ അവിടുന്ന് തന്നെയായ നരനാരായണന്മാർ സാഹസ്രവത്സര തപഃ സമരാഭിലവ്യൈഃ 1000 കൊല്ലത്തെ തപസ്സും 1000 കൊല്ലത്തെ യുദ്ധവും കൊണ്ട് മാത്രം മുറിക്കാൻ കഴിയുന്ന ഓരോന്ന് വീതം കവചൈഃ പരീതം സഹസ്രകവചം ദൈത്യം. കവചൈഃ പരീതം 1000 പോർച്ചട്ടകളണിഞ്ഞ സഹസ്രകവചം ദൈത്യം സഹസ്രകവചൻ എന്ന അസുരനെ പര്യായ നിർമ്മിത തപഃ സമരൗ ഊഴമിട്ട് തപസ്സും യുദ്ധവും ചെയ്യുന്നവരായിട്ട് ശിഷ്ടൈ കങ്കടം കൃത്വ അമൂം സലീലം ന്യഹതാം. ശിഷ്ടൈ കങ്കടം കൃത്വ ഒരു പോർച്ചട്ട മാത്രം ബാക്കിയുള്ളവനാക്കി തീർത്ത് അമൂം ആ അസുരനെ സലീലം ന്യഹതാം അനായേസേന നിഗ്രഹിച്ചു. അക്കാലത്ത് 1000 വർഷം തപസ് ചെയ്ത് പിന്നെ 1000 വർഷം യുദ്ധം ചെയ്താൽ മാത്രം ഒന്ന് നശിപ്പിക്കാവുന്ന വിധത്തിലുള്ള 1000 കവചങ്ങൾ ധരിച്ചിട്ടുള്ള സഹസ്ര കവചൻ എന്ന അസുരനെ നിൻ തിരുവടികൾ മാറി മാറി തപസ്സും യുദ്ധവും ചെയ്ത് ഒരു കവചം മാത്രം ബാക്കി വരുത്തി അനായാസേന നിഗ്രഹിച്ചു. 1000 പോർച്ചട്ടകൾ ധരിച്ചവനായതുകൊണ്ട് സഹസ്ര കവചൻ എന്ന പേര് പ്രസിദ്ധനായിരുന്നു. അവൻ്റെ ഒരു കവചം പിളർക്കുവാൻ സാധിക്കണമെങ്കിൽ 1000 സംവത്സരം തപസ് ചെയ്ത് സമ്പാദിച്ച ദിവ്യശക്തി ഉണ്ടാവണം. നരനാരായണന്മാരിൽ ഒരാൾ 1000 കൊല്ലം തപസ് ചെയ്യും, മറ്റേയാൾ അത്രയും കാലം യുദ്ധം ചെയ്യും,
ഇങ്ങനെ മാറി മാറി തപസ്സും യുദ്ധവും 1000 സംവത്സരം വീതം നടത്തി നരനാരായണന്മാർ സഹസ്രകവചനെ ഒരു കവചം മാത്രമാക്കി എളുപ്പത്തിൽ നിഗ്രഹിച്ചു. ഈ സഹസ്രകവചനാണ് കർണനായി പിന്നീട് ജനിച്ചത് എന്ന് ഒരു വിശ്വാസമുണ്ട്. ഈ കഥ സഹസ്രകവച നിഗ്രഹം ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടില്ല. ഇത് മഹാഭാരതത്തിൽ നിന്നും ഭട്ടതിരി എടുത്ത് ചേർത്തതാണെന്നറിയപ്പെടുന്നു. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപഃ സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപഃ സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. ശ്ലോകം 4. അന്വാചരൻ ഉപദിശൻ അഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമദ്യവാത്സി ശക്രോധദേശമതബോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. പദം പിരിക്കാം. അന്വാചരൻ, ഉപദിശൻ, അഭി, മോക്ഷ, ധർമ്മം, ത്വം, ഭ്രാതൃമാൻ, ബദരികാശ്രമം, അധ്യവാത്സീഹി, ശക്രഃ, അത, തേ, ശമ, തപോബല, നിസ്സഹാത്മാ, ദിവ്യ, അംഗന, പരിവൃതം, പ്രജിഘായ മാരം. അത ത്വം ഭ്രാതൃമാൻ. അനന്തരം, അതായത് സഹസ്രകവചൻ എന്ന അസുരനെ നിഗ്രഹിച്ചതിന് ശേഷം നാരായണനായ അവിടുന്ന് സഹോദരനായ നരനോടുകൂടി മോക്ഷധർമ്മം, അന്വാചരൻ, ഉപദിശൻ, അഭി, മോക്ഷധർമ്മം നിവൃത്തിധർമ്മത്തെ സ്വയം ആചരിക്കുന്നവനും ഉപദേശിക്കുന്നവനുമായിട്ട് ബദ്രികാശ്രമം അദ്യവാൻസിഹി ബദ്രികാശ്രമത്തിൽ വസിച്ചു. അത ശക്രഃ തേ ശമ തപോബല നിസ്സഹാത്മാ. അത ശക്രഃ. അനന്തരം ഇന്ദ്രൻ തേ ശമ തമോബല, അവിടുത്തെ ശമം തപോബലം ഇവയിൽ നിസ്സഹാത്മാ അസൂയയുള്ളവനായിട്ട് സഹിക്കുവാൻ പറ്റാതെ മാരം ദിവ്യാംഗന പരിവൃതം വ്രജികായ. മാരം കാമദേവനെ ദിവ്യാംഗന പരിവൃതം സ്വർഗസുന്ദരിമാരോടുകൂടി വ്രജികായ പറഞ്ഞയച്ചു. നിന്തിരുവടി സഹോദരനായ നരനോടുകൂടി മോക്ഷധർമ്മത്തെ തനിയെ അനുഷ്ഠിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് ബദ്രികാശ്രമത്തിൽ പാർത്തു. അനന്തരം ദേവേന്ദ്രൻ നിൻതിരുവടിയുടെ ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടും തപശക്തി കൊണ്ടും ഈർഷ തോന്നി അനേകം ദിവ്യസ്ത്രീകളോടുകൂടി കാമദേവനെ തപോവിഘ്നത്തിനായി നിൻതിരുവടിയുടെ അടുക്കൽ അയച്ചു. സ്വയം ഉപദേശിച്ച ധർമ്മം സ്വയം അനുഷ്ഠിച്ചാലേ സഫലമാവുകയുള്ളൂ. മോക്ഷധർമ്മത്തെ സ്വയമേ അനുഷ്ഠിച്ച് ആചരിച്ച് പ്രാവർത്തികമാക്കി ഉപദേശിക്കുകയും ചെയ്തു ഇവിടെ നരനാരായണൻ. ഉപദേശിക്കുന്ന ധർമ്മത്തെ അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. ഉപദേശം സ്വീകരിച്ചവരും അതിനെ ആചരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ മാത്രമേ അതിൽ നിന്നുള്ള ഫലം സിദ്ധിക്കുകയുള്ളൂ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ദുഷ്ടനിഗ്രഹം, മോക്ഷ, ധർമ്മോപദേശം എന്ന 2 പ്രയോജനമാണ് നരനാരായണാവതാരത്തിലുള്ളത്. ഇന്ദ്രന് അസൂയ കൊണ്ട് സഹിക്കുവാൻ പറ്റാത്തതിനുള്ള കാരണം നരനാരായണന്മാരുടെ തപോഫലവും അവരുടെ ഇന്ദ്രിയ നിഗ്രഹവും മൂലം തൻ്റെ സ്ഥാനം തന്നെ അവർ തട്ടിയെടുക്കുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ്. ആ തപസ്സിനെ
വിഘ്നം വരുത്തുവാൻ വേണ്ടി കാമദേവനോടുകൂടി സ്വർഗസുന്ദരികളെയും അയച്ചു. അന്വാചരൻ ഉപദിശൻ അഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമദ്യവാത്സി ശക്രോധദേശമതബോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. ശ്ലോകം 5. ശ്രീനാരായണമൂർത്തിയുടെ കാമവിജയം വിവരിക്കുന്നു. കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്തകടാക്ഷവിശിഖൈർവികസദ്വിലാസൈ വിദ്യൻ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാധ ജഗദേ മൃദുഹാസഭാജാ. പദം പിരിക്കാം. കാമഃ വസന്ത മലയ അനില ബന്ധുശാലി കാന്ത കടാക്ഷ വിശിഖൈഃ വികസത് വിലാസൈഃ വിദ്യൻ മുഹുഃ മുഹുഃ അകമ്പം ഉദീക്ഷ്യ ച ത്വാം ഭീതഃ ത്വയാ അധ ജഗതേ മൃദുഹാസഭാജാ. കാമഃ വസന്ത മലയാനില ബന്ധുശാലി വികസിത് വിലാസൈഃ കാന്ത കടാക്ഷ വിശിഖൈഃ മുഹുഃ മുഹുഃ വിദ്യൻ ച. കാമഃ കാമൻ, വസന്തം മലയ തെക്കൻ കാറ്റ് എന്ന ബന്ധുശാലി ചങ്ങാതിമാരോടുകൂടി വന്നെത്തി വികസത് വിലാസൈഃ തെളിഞ്ഞ വിലാസങ്ങളോട് കൂടിയ കാന്താ കടാക്ഷ വിശിഖൈഃ സുന്ദരിമാരുടെ കടാക്ഷങ്ങളാകുന്ന അമ്പുകളാൽ മുഹുഹു മുഹുഹു വിദ്യൻ ച വീണ്ടും വീണ്ടും പ്രഹരിച്ചിട്ടും ത്വാം അകമ്പം ഉദീക്ഷ്യ ഭീതഃ ത്വാം ശ്രീനാരായണനായ നിന്തിരുവടിയെ അകമ്പം ഇളകാത്തവനായി ഉദീക്ഷ്യ ഭീതഃ കണ്ടിട്ട് ഭയപ്പെട്ടു. അത മൃദുഹാസഭാജ ത്വയാ കാമഃ ജഗതേ. അത അനന്തരം മൃദുഹാസഭാജ മന്ദഹാസത്തോടെ ത്വയാ നിന്തിരുവടി കാമഃ ജഗതേ കാമനോട് പറഞ്ഞു. കാമദേവൻ വസന്തം മലയവായു അതായത് തെക്കൻ കാറ്റ് മുതലായ ബന്ധുക്കളുടെ സഹായത്തോടുകൂടി എത്തി മനസ്സ് മയക്കുന്ന പല മാതിരി ശൃംഗാരനാട്യങ്ങളോടുകൂടിയ ദേവസ്ത്രീകളുടെ കടാക്ഷ വിക്ഷേപങ്ങളാകുന്ന തീക്ഷ്ണ ബാണങ്ങളെക്കൊണ്ട് ആവർത്തിച്ച് പ്രഹരിച്ചിട്ടും നിൻ തിരുവടിക്ക് യാതൊരു ഇളക്കവും ഉണ്ടാകാത്തത് കണ്ട് വളരെ ഭയപ്പെട്ടു. അപ്പോൾ നിൻ തിരുവടി ചെറു പുഞ്ചിരി തൂകിക്കൊണ്ട് കാമദേവനോട് ഇങ്ങനെ പറയപ്പെട്ടു. കാമോ വസന്തമലയാനില ബന്ധുശാലി കാന്തകടാക്ഷ വിശിഖൈർവികസദ്വിലാസൈ വിദ്യൻ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാധ ജഗദേ മൃദുഹാസഭാജാ. ശ്ലോകം 6. ഭീത്യാലമംഗജവസന്തസുരാംഗനാവോ മന്മാനനം ത്യുഹജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തു വദാമധൈഷാം പ്രാദർശയസ്വ പരിചാരകകാതരാക്ഷി. പദം പിരിക്കാം. ഭീത്യ അലം അങ്കജ വസന്ത സുരാംഗനാഃ വഹ മദ്മാനനം തു ഇഹ ജുഷധ്വം ഇതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതഃ സ്തുവതാം അധ യേഷാം പ്രാദർശയഃ
സ്വപരിചാരക കാതരാക്ഷി അത ത്വം ഹേ അങ്കജ വസന്ത സുരാംഗനാഹ വഹ ഭീത്യാം അലം. അനന്തരം അവിടുന്ന് അല്ലയോ കാമ വസന്ത ദേവസുന്ദരിമാരെ വ ഭീത്യ അലം നിങ്ങൾക്ക് ഭയം വേണ്ട. ഇഹ മദ്മാനനം തു ജുഷധ്വം ഇതി ബ്രുവാണഃ. ഇഹ മദ്മാനനം തു ജുഷധ്വം ഇവിടെ വെച്ച് എൻ്റെ സമ്മാനം നിങ്ങൾ സ്വീകരിച്ചാലും ഇത് ബ്രുവാണഃ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ പരിചാരക കാതരാക്ഷീ വിസ്മയേന പരിതഃ സ്തുവതാം യേഷാം പ്രാദർശയഃ. സ പരിചാരക കാതരാക്ഷീ തൻ്റെ ദാസിമാരായ സുന്ദരിമാരെ വിസ്മയേന അത്ഭുതത്തോടെ പരിതഃ സ്തുവതാം തൻ്റെ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന യേഷാം പ്രാദർശയഃ ഈ കാമാദികൾക്ക് കാണിച്ചു കൊടുത്തു. അല്ലയോ കാമദേവ വസന്തമേ ദേവസ്ത്രീകളെ നിങ്ങൾ ഭയപ്പെടേണ്ട. എൻ്റെ മനസങ്കല്പത്താൽ സിദ്ധമായ ഒരു സമ്മാനത്തെ സ്വീകരിക്കുവിൻ എന്ന് അരുളി ചെയ്തുകൊണ്ട് നിൻതിരുവടി വിസ്മയിച്ച് ചുറ്റും നിന്ന് സ്തുതിക്കുന്ന കാമാദികൾക്ക് തൻ്റെ പരിചാരികളായ സുന്ദരികളെ കാണിച്ചു കൊടുത്തു. ഭീത്യാലമങ്കജ വസന്ത സുരാംഗനാവോ മന്മാനനം ത്യുഹജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തു വദാമധൈഷാം പ്രാദർശയസ്വ പരിചാരക കാതരാക്ഷി. ശ്ലോകം 7. ശ്രീനാരായണ മഹർഷിയെ തോൽപ്പിക്കുവാൻ വന്നവർ തോറ്റ് നാണം കെട്ടു മടങ്ങുന്നു. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാഭൂ ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രപയൈവ സർവാ സ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. പദം പിരിക്കാം. സമ്മോഹനായ മിളിതാഹ മദന ആദയഃ തേ ത്വദ് ദാസികാ പരിമളൈഃ കില മോഹം ആബുഹു ദത്താം ത്വയാ ച ജഗൃഹു ത്രപയാ ഏവ സർവ സ്വർവാസി ഗർവ ശമനീം പുനഃ ഉർവശീം താം. തേ സമ്മോഹനായ മിളിതാഹ മദനാദയഃ തേ അവിടുത്തെ സമ്മോഹനായ സമ്മോഹിപ്പിക്കുവാൻ എത്തിയ മിളിതാഹ മദനാദയഃ കാമദേവൻ മുതലായവർ ത്വദ്ദാസികാ പരിമളൈഃ അങ്ങയുടെ ദാസിമാരുടെ സുഗന്ധത്താൽ മോഹം ആപുകു കില മോഹത്തെ പ്രാപിച്ച പോലും പുനഃ ത്വയാ ദത്താം അനന്തരം അവിടുന്ന് സമ്മാനിച്ച സർവാസി ഗർവശമനേ എല്ലാ സ്വർഗവാസി സുന്ദരിമാരുടെയും സൗന്ദര്യം മതം നശിപ്പിക്കുന്ന താം ഊർവശീം ത്രപയാ ജഗൃഹു ച ആ ഉർവശിയെ ലജ്ജയോടെ സ്വീകരിക്കുകയും ചെയ്തു. നിൻതിരുവടിയെ മയക്കുന്നതിന് കൂട്ടം കൂടി വന്ന കാമാദികൾ നിൻതിരുവടിയുടെ പരിചാരികമാരുടെ സൗരഭ്യത്താൽ മയങ്ങിപ്പോയി. ആ പരിചാരികന്മാരിൽ ഒരുത്തിയും നിൻതിരുവടിയാൽ നൽകപ്പെട്ടവളും എല്ലാ സ്വർഗസുന്ദരിമാരുടെയും സൗന്ദര്യഗർവത്തെ ശമിപ്പിക്കുന്നവളുമായ പ്രസിദ്ധപ്പെട്ട ഉർവശിയെ
അവർ സമ്മാനമായി സ്വീകരിക്കുകയും ചെയ്തു. ശ്രീനാരായണ മഹർഷി തൻ്റെ തുടയിൽ നിന്നും മനസങ്കല്പത്താൽ ഉർവശിയെ സൃഷ്ടിച്ചു എന്ന് പ്രസിദ്ധി. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപൂ ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രപയൈവ സർവാ സ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. ശ്ലോകം 8. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രാ പര്യാകുലോ ജനിഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധിഗോ വരദ കൃഷ്ണതനുസ്ത്വമേവ. പദം പിരിക്കാം. ദൃഷ്ട്വാ ഉർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലം അജനി ഭവത് മഹിമ അവമർശാത് ഏവം പ്രശാന്ത രമണീയ തരാ അവതാരാത് ത്വത്തഃ അധികം വരദ കൃഷ്ണതനു ത്വം ഏവ. ശക്രഃ ഉർവശീം ദൃഷ്ട്വാ തവ കഥാം നിശമ്യ ച. ഇന്ദ്രൻ ഉർവശിയെ കണ്ടിട്ടും അവിടുത്തെ കഥ കേട്ടിട്ടും ഭവൻ മഹിമാവമർശാത് പര്യാകുലഃ അജനി അങ്ങയുടെ മാഹാത്മ്യം അറിഞ്ഞതുകൊണ്ട് വ്യാകുലനായി തീർന്നു. പ്രശാന്ത രമണീയ തരാവതാരാത് ത്വത്തഃ അല്ലയോ അഭിഷ്ടവരദ, ഇപ്രകാരം സൗമ്യവും ആശ്ചര്യകർമാനുഷ്ഠത്താൽ അതിമനോഹരവുമായ അവതാരമെടുത്ത ശ്രീനാരായണമൂർത്തിയായ നിൻ തിരുവടിയേക്കാൾ അധികഃ കൃഷ്ണതനുഃ ത്വം ഏവ. ശാന്തിയും വിചിത്രകർമ്മവും കൊണ്ട് ശ്രേഷ്ഠനായവൻ ശ്രീകൃഷ്ണ സ്വരൂപനായ നിൻ തിരുവടി മാത്രമാകുന്നു. ഊർവശിയെ കാണുകയും നിൻ തിരുവടിയുടെ കഥ കേൾക്കുകയും ചെയ്തപ്പോൾ ഇന്ദ്രൻ നിൻ തിരുവടിയുടെ മാഹാത്മ്യം വിചാരിച്ച് പരിഭ്രാന്ത ചിത്തനായി തീർന്നു. ശ്രീനാരായണമൂർത്തിയായ നിൻ തിരുവടിയേക്കാൾ അധികം പ്രശാന്തവും രമണീയവുമായ ഒരു അവതാരം ശ്രീകൃഷ്ണമൂർത്തിയായ നിൻ തിരുവടി തന്നെയല്ലാതെ വേറെയില്ല. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രാ പര്യാകുലോ ജനിഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധിഗോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ശ്ലോകം 9. ദക്ഷയാഗചരിത്രം ആരംഭിക്കുന്നു. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. പദം പിരിക്കാം. ദക്ഷഃ തു ധാതുഃ അതിലാളനയാ രജഃ അന്തഃ ന ധ്യാധൃതഃ ത്വയി ച കഷ്ടം അശാന്തിഃ ആസീത് യേന വ്യരുന്ധ സഹ ഭവത്തനും ഏവ സർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. ദക്ഷഃ തു ധാതുഃ അതിലാളനയ രാജോന്തഃ. ദക്ഷനാകട്ടെ ബ്രഹ്മാവിൻ്റെ അതിലാളന കൊണ്ട് രാജസങ്ങളായ ക്രോധ മത്സരാദികളാൽ വിവേകശൂന്യനായി നാത്യാദൃതഃ ത്വയി ച
അശാന്തി ആസീത് കഷ്ടം. നാധ്യാദൃത ബ്രഹ്മാവിനാൽ പരിത്യക്തനായി, ത്വയി ച നിന്തിരുവടിയിൽ പോലും, അശാന്തി ആസീത് കഷ്ടം വിനയരഹിതനായി തീർന്നു, കഷ്ടം. ഏന സഹ ഭവത്തനു ഏവ സർവം വ്യരുന്ധ. ഏന ഈ അവിനയം കൊണ്ട്, സഹ ദക്ഷൻ, ഭവത്തനും ഏവ അവിടുത്തെ മൂർത്തി തന്നെയായ, സർവം വ്യരുന്ധ ശിവനെ ദ്വേഷിച്ചു. വൈരപിശുനെ യജ്ഞേ സ്വസുതാം വ്യമാനീത് ച. വൈരപിശുനെ ശിവവിരോധം സൂചിപ്പിക്കുന്ന യജ്ഞയാഗത്തിൽ, സ്വസുതാം അതിൽ തൻ്റെ മകളെ, വ്യമാനീത് ച അപമാനിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് അധികം ലാളിച്ചതുകൊണ്ട് രജോ ഗുണം വർദ്ധിച്ച് അന്ധനായിത്തീർന്ന ദക്ഷൻ ബ്രഹ്മാവിനാലും ഉപേക്ഷിക്കപ്പെട്ട് നിൻ തിരുവടിയിലും ഭക്തിയില്ലാത്തവനായി തീർന്നു, കഷ്ടം. എന്തെന്നാൽ അവൻ നിൻ തിരുവടിയുടെ മൂർത്തിഭേദമായ ശിവനെ ദ്വേഷിക്കുകയും ആ ദ്വേഷത്തെ തെളിയിക്കുന്ന യാഗത്തിൽ ശിവന്റെ പത്നിയായ തൻ്റെ പുത്രിയെ അപമാനിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് ദക്ഷനെ പ്രജാപതിമാരുടെ അധിപതിയാക്കി നിശ്ചയിച്ചു. ഒരിക്കൽ പ്രജാപതിമാരുടെ സത്രത്തിലേക്ക് ദക്ഷ പ്രജാപതി കടന്നു ചെന്നു. ബ്രഹ്മാവും ശിവനും ഒഴികെ മറ്റെല്ലാവരും എഴുന്നേറ്റ് ദക്ഷനെ വന്ദിച്ചു. ദക്ഷൻ തൻ്റെ പിതാവായ ബ്രഹ്മാവിനെ വന്ദിച്ചു. ആ സദസ്സിൽ തന്നെ തൻ്റെ മകളായ സതിയുടെ ഭർത്താവായ ശിവൻ തന്നെ കണ്ട് എഴുന്നേൽക്കാത്തതിൽ ദക്ഷൻ കോപിച്ചതിനാൽ സദസ്സിൽ വെച്ച് ശിവനെ വല്ലാതെ അധിക്ഷേപിച്ചു. ശിവന് ഹവിർഭാഗം കൊടുക്കാതെ ഒരു യജ്ഞം നടത്തുവാൻ ഒരിക്കൽ ദക്ഷൻ പുറപ്പെട്ടു. മകളായ സതിയെ ദക്ഷൻ ക്ഷണിച്ചില്ല. ദക്ഷയാഗത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സതി ഭർത്താവായ ശിവന്റെ ഉപദേശം മാനിക്കാതെ യാഗത്തിന് പുറപ്പെടുകയും ചെയ്തു. യാഗത്തിൽ വെച്ച് പിതാവിനാൽ അപമാനിതയാവുകയും യാഗാഗ്നിയിൽ സതി തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധ സഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനെ സ്വസുതാം വ്യമാനീത്. ശ്ലോകം 10. ഭഗവാൻ ദക്ഷന്റെ അഹങ്കാര വിദ്വേഷങ്ങളെല്ലാം നശിപ്പിച്ച് അദ്ദേഹത്തെ പ്രജാപതിമാരുടെ അധിപതിയായിരിക്കുവാൻ യോഗ്യനാക്കി തീർക്കുന്നു. ക്രുദ്ധേശമർദ്ധിതമഖ സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദഥലബ്ധജീവാ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. പദം പിരിക്കാം. ക്രുദ്ധ ഈശ മർദ്ദിത മഖഃ സഹ തു കൃത്ത ശീർഷഃ ദേവ പ്രസാദിത ഹരാത് അധ ലബ്ധ ജീവ ത്വത് പൂരിത ക്രതു വരഃ പുനഃ ആപ ശാന്തിം സഹ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സഹ തു ക്രുദ്ധേശ മർദ്ദിതമഖഃ കൃത്ത ശീർഷഃ. സഹ തു ആ ദക്ഷനാകട്ടെ, ക്രുദ്ധ കോപിച്ച, ഈശ മർദ്ദിതമഖഃ ശിവനാൽ തകർക്കപ്പെട്ട, യാഗത്തോടു കൂടിയവനായി, കൃത്ത ശീർഷഃ ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായി, അധ ദേവ പ്രസാദിത ഹരാത് ലബ്ധജീവഃ അധ പിന്നീട് ദേവപ്രസാദിത ഹരാത് ദേവന്മാരാൽ പ്രസാദിക്കപ്പെട്ട
ശ്രീ പരമേശ്വരനിൽ നിന്നും ദക്ഷന് ലബ്ധജീവ ജീവലാഭം സിദ്ധിച്ചു. ത്വത് പൂരിത ക്രതുവര പുനഃ ശാന്തിം ആപ. ത്വത് അങ്ങയാൽ പൂരിത ക്രതുവര യജ്ഞപൂർത്തി വരുത്താൻ കഴിഞ്ഞ് പുനഃ വീണ്ടും ശാന്തിം ആപക ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തു. ഹേ പ്രശാന്തികര മരുത്പുരേശ, എല്ലാവർക്കും പരമശാന്തി അരുളുന്ന ശ്രീ ഗുരുവായൂരപ്പ, സഹ ത്വം പാഹി, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. തൻ്റെ ഭാര്യയെ അവമാനിച്ചതിനാൽ കോപിച്ച ശിവൻ യാഗം മുടക്കുകയും അവൻ്റെ കഴുത്തറുക്കുകയും ചെയ്തു. അനന്തരം ദേവന്മാർ അപേക്ഷിച്ച് പ്രസാദിപ്പിച്ച ശിവനിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടി. ദക്ഷൻ നിൻ തിരുവടിയുടെ പ്രസാദത്താൽ യാഗം മുഴുവനാക്കി വീണ്ടും ശാന്തനായി തീർന്നു. ഇപ്രകാരം പ്രശാന്തികരനായ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. ദക്ഷനാൽ അവമാനിതയായ സതീദേവി യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തതറിഞ്ഞ് ശിവൻ ക്രുദ്ധനായി. തൻ്റെ ജടയിൽ നിന്നും വീരഭദ്രനെ സൃഷ്ടിച്ചു. അത്യുഗ്രമായ ആ ശൈവ തേജസ് യജ്ഞം തകർക്കുകയും ദക്ഷൻ്റെ കഴുത്തറക്കുകയും ചെയ്തു. ദേവന്മാർ ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു. സന്തുഷ്ടനായ പരമേശ്വരൻ ദക്ഷൻ്റെ കഴുത്തിൽ ഒരാടിൻ്റെ തല വെച്ചു കൊടുത്ത് ജീവനെയും കൊടുത്തു. ദക്ഷൻ ഭഗവാന്റെ സഹായത്താൽ യജ്ഞത്തെ പൂർത്തിയാക്കി. ഇങ്ങനെ ക്രോധം, ദമ്പം മുതലായ ദോഷങ്ങളെ നീക്കി ദക്ഷന് ഭഗവാൻ ശാന്തി നൽകി. ക്രുദ്ധേശമർദ്ദിതമഖ സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദഥലബ്ധജീവാ ത്വത്പൂരിതക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ശ്രീമദ് ഭാഗവതത്തിൽ 4-ാം സ്കന്ധം 2 മുതൽ 7 അധ്യായങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ള ദക്ഷയജ്ഞത്തെ ഇവിടെ 2 ശ്ലോകങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുന്നു ശ്രീ ഭട്ടതിരി. ശ്രീമന്നാരായണീയ പാരായണം ദശകം 16. ദക്ഷോ വിരിഞ്ചതനയോധമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാം ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷുർനുനുവുഃ സുരൗഘാ ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപഃ സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപഃ സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം അന്വാചരൻ ഉപദിശൻ അഭിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമദ്യവാത്സി ശക്രോധദേശമതബോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം കാമോ വസന്തമലയാനിലബന്ധുശാലീ കാന്താകടാക്ഷവിശിഖൈർവികസദ്വിലാസൈ വിദ്യൻ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാധ ജഗദേ മൃദുഹാസഭാജാ ഭീത്യാലമംഗജവസന്തസുരാംഗനാവോ മന്മാനനം ത്യുഹജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്തു വദാമധൈഷാം പ്രാദർശയ സ്വപരിചാരകകാതരാക്ഷി
സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈ കില മോഹമാപൂ ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രപയൈവ സർവാ സ്വർവാസി ഗർവശമനീം പുനരുർവശീം താം ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രാ പര്യാകുലോ ജനിഭവൻ മഹിമാവമർശാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധിഗോ വരദ കൃഷ്ണതനുസ്ത്വമേവ ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനെ സ്വസുതാം വ്യമാനീത് ക്രുദ്ധേശമർദ്ധിതമഘ स तु कृत्तशीर्षो देवप्रसादिदहरादथ लब्धजीवा त्वत्पूरितक्रतुवरः पुनरापशान्तिं स त्वं प्रशान्तिकर पाहि मरुत्पुरेश. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.